ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ്. ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്. ചെറുചേമ്പിൻ്റെ തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ചെറുചേമ്പിൻ്റെ തണ്ടാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. വലിയ ചേമ്പിൻ്റെ തണ്ടും എടുക്കാം. എല്ലാത്തിൻ്റെയും പുറത്തെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം. എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞെടുക്കാം. എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കുക്കറിൽ വേണമെങ്കിലും വയ്ക്കാം. കുക്കറിലാണെങ്കിൽ 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു കറികൾക്കൊക്കെ നാടൻ കറികൾക്കൊക്കെ ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാനിതിൽ. മുളക് പൊടി അങ്ങനെ ചേർക്കുന്നില്ല കൂടുതലായിട്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പകുതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഇതൊരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട. നമുക്ക് ഇതൊക്കെ വെന്തോ നോക്കാം. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അടി പിടിക്കുന്നുണ്ടോയെന്നോ വെള്ളം ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുത്ത് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി ചേർത്താൽ മതി. ഒരു നെല്ലിക്കയുടെ പകുതിയൊക്കെ പുളി ചേർത്താൽ മതി. അത് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ തേങ്ങയുടെ ചൊവയൊക്കെ ഒന്ന് മാറി, പച്ച ചൊവയൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ തിളച്ച് വരുവോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ല കേട്ടോ. ആ കറിക്കൊക്കെ നല്ലൊരു കുറുക്കം കിട്ടും. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫാക്കിയിട്ട് ഇതിലേക്കൊരു വറവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 4 or 5 ചെറിയ ഉള്ളി അരിഞ്ഞത്. അതൊന്ന് ഒരു പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ശരിക്കും ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റും ഒരു കളറും കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇതിനി ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
താളുകറിക്ക് ഏറ്റവും ടേസ്റ്റ് ഈ വറവിനാട്ടോ. വറവിടുമ്പോഴാണ് ആ കറി നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നല്ലൊരു ടേസ്റ്റ് കറിയാട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മഴക്കാലത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.